അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിപ്പം റോബിൻ ചേട്ടനോട് വയനാട് പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു വീഡിയോ. റോബിൻ ചേട്ടനോട് ഒരു ദിവസം രാവിലെ കല്ലമ്പണ്ടി പോകുന്നൊരു വീഡിയോ ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ സമയം 11:45. ചേട്ടയ്ക്ക് നേരത്തെ ലോഡ് കിട്ടി. അപ്പോൾ അവരെന്താ ലോഡ് നേരത്തെ കിട്ടിയെന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഞാനിപ്പം വഴിയിലൂടെ വന്നിട്ടുള്ളത്. ഞാൻ വണ്ടി എടുക്കാണ്ട് വന്നേ, ഷോർട്ട് കട്ട് കയറി വന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണം. ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. നല്ല വെയിലാണ്. പിന്നെ നേച്ചർ പോകുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം കേട്ടോ. ഇതുണ്ട് ചേട്ടാ, ചേട്ടാ ഇങ്ങ് എത്തി. അപ്പോൾ ഈ വണ്ടിക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ ലോഡ് കുറേ നാളോട് പറയുന്നുണ്ട് നമുക്ക് രാവിലെ പോകണമെന്ന്. അതിശയമായിരിക്കണം, അതിശയം. സമയം 11:47 സമയം ആയിരിക്കുകയാണ്. നല്ല ചൂടാ, സീസത്തെ പോക്ക് ചൂടാ. അതിൻ്റെ ഫസ്റ്റിൽ ഇങ്ങനെ കയറുക കേട്ടോ. ഫസ്റ്റ് ഗിയറിലുള്ള ചേട്ടാ ചവിട്ടി പിടിച്ച് അമർത്തി പിടിച്ചിട്ടുണ്ട്, കടിച്ചു പിടിച്ചിട്ടുണ്ട്. പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ. ചേട്ടനെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ലോഡിങ് ചേട്ടനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയേ കേട്ടോ. ഫ്രണ്ടില് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പണിയാലേ ഏട്ടേ. നേച്ചർ വീശി മറിച്ച് ഒരാൾ വരുന്നുണ്ട്. കാറ് അടുത്ത വണ്ടി നമ്മൾ ഓവർടേക്കാണെങ്കിൽ ഉള്ളതാണോ? എന്നിട്ടോ അതിന്റെ മുകളിൽ പോയിട്ട് അത് ഇവിടെയായിരുന്നു, പാലക്കാട്. ഞാൻ ആ വീഡിയോ കഥ ഇട്ടിട്ടുണ്ട്. ഇല്ല, ചുമ്മാ തള്ള. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ കൂടെ ഞാൻ അത് കട്ട് പീസ് വെക്കും. ഉറപ്പാണേ? ആ ഓക്കെ. ഫോറസ്റ്റുകാർ പോയി കെടുത്തിയതാ തള്ളുന്നു. കണ്ടാ പ്രശ്നമില്ലേ? വണ്ടിയിൽ ഒരാളും കൂടെ കയറിയിട്ടുണ്ട്. ചെന്നിട്ട് കാണിക്കാം. വയനാട് സൈറ്റിലെത്തി. അവിടെയാട്ടെ എന്തോ വലിയ കാര്യമായിട്ട് എന്തോ പഠിക്കുന്ന കേട്ടോ. ഹോസ്പിറ്റലാ? ഈ കാട്ടിലോ?
സൈറ്റിലെത്തി കേട്ടോ, സൈറ്റിലെത്തി. ഇതാണ് സൈറ്റ്. ഇവർ രണ്ടുപേരായിട്ട് ഇറക്കുന്നത്. എന്നിട്ട് എന്തോ കാര്യമായിട്ടെന്തോ ഹോസ്പിറ്റലാണ് കണ്ട പണിയുന്നത് കേട്ടോ. ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. മോഞ്ഞിട്ടാണ് കൊണ്ട് എന്തോ ഹോസ്പിറ്റലാട്ടോ, എന്തോ ഹോസ്പിറ്റൽ സംഭവം എന്താണ്. പകുതി ഇറക്കി കഴിഞ്ഞു. ബാക്കി പകുതി വണ്ടി തിരിച്ചു നോക്കണം. ഇറക്കുന്നുണ്ട്. ഇത് എന്തോ ഹോസ്പിറ്റലങ്ങാണ്ട് വരുന്ന പറഞ്ഞ കേട്ടോ. ചേട്ടായി പറഞ്ഞു, ചേട്ടായിൻ്റെ മുതലാളീൻ്റെ സ്ഥലമാണ് കേട്ടോ. ഇത് ഭയങ്കര സെറ്റപ്പിൽ എന്ന പരിപാടിയാണ്. അത് പണി കഴിയുമ്പോൾ കാണാൻ പറ്റിയത്. ലോഡ് ഇറക്കി കഴിഞ്ഞാൽ ചേട്ടാ, ഉള്ളിറക്കി കഴിഞ്ഞ് ചേട്ടാ വണ്ടിക്ക് അതേ ഇരിപ്പുണ്ട്. സ്റ്റാർട്ടാക്കി എയറാക്കുന്നു. കഴിഞ്ഞ് സംഭവം കഴിഞ്ഞു. നമ്മൾ പോവാണ്, തിരിച്ചു പോവാണ്. അവർക്കിനി ഒന്ന് കൈയും കാലൊക്കെ ഒന്ന് കഴുകണം. അത് കഴിഞ്ഞവിടെ നമ്മൾ ജാത്താ ഹേ. നമ്മൾ കല്ലെല്ലാം ഇറക്കി ചോര ഇറങ്ങുകയാണ്. ലോഡ് വണ്ടി പോകുമ്പോൾ നമുക്ക് മറ്റേ BMW ഓടിയിലും പോകുന്ന സുഖമല്ലേ ഏട്ടായി. ഇപ്പം കുതിരവണ്ടിക്കകത്ത് കയറിയോ നിങ്ങളാ ഷെയ്ക്ക് ആകുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, സൗണ്ട് കേൾക്കുന്നില്ലേ? വണ്ടി കാലിയാട്ടോ. അപ്പോൾ ചാടി പോകണം കേട്ടോ തിരിച്ച്. പക്ഷെ ഇപ്പം ഈ റോഡിൻ്റെ കുഴപ്പം കൊണ്ടാട്ടോ, അല്ലെങ്കിൽ സീനൊന്നുമില്ല. ഇങ്ങനെ നല്ല ഫ്ലാറ്റായിട്ട് നമ്മുടെ കയ്യിലൊക്കെ പോകും, നല്ല ഫ്ലാറ്റായിട്ട് ഒരു ചാട്ടം ഇല്ലാതെ പോകും. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തിൽ റോബിൻ ചേട്ടൻ അനിയനുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. മാത്തനുമായി ഞങ്ങൾ വന്നിട്ടുണ്ട്. ചുരം കയറുന്ന വണ്ടിക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുക എപ്പോഴും. നല്ല ലോഡും വെച്ച് വരുന്ന വണ്ടിയല്ലേ, അപ്പോൾ നമ്മളവർക്ക് സൈഡാക്കി കൊടുക്കും. കാരണം നമ്മുടെ ചുരം ഇടുങ്ങിയതാണ്, ചെറിയ ചുരമാണ്. ഇതിലേക്കൂടെ 2 വണ്ടിയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കഷ്ടിച്ചേ പോകത്തുള്ളൂ. അന്നേരം ഇങ്ങനെ സൈഡാക്കി കൊടുക്കും. വയനാട് ചുരം. ആ ഫോൺ അങ്ങോട്ട് പിടിച്ച് ഇതൊക്കെ ചുരത്തിൽ വണ്ടി കുറവാണെന്നല്ലേ ഏട്ടേ? വണ്ടി കുറവാട്ടോ, കയറി വരുന്നുണ്ട്. ആ മറ്റേ പുള്ളിയല്ലേ, ലെമൺ കയറി വരുന്നത് നോക്കി. വണ്ടി ഇറങ്ങുമ്പം ഫോൺ എങ്ങനെ പിടിച്ചാലും കാര്യമില്ല, വണ്ടി കുലുങ്ങിയാ പോകുന്നത്. എന്നാലും ആ വ്യൂ കണ്ടില്ലേ നിങ്ങൾ? ഇതേതോ വണ്ടി വഴിക്കായോ എന്തേത്? ഇപ്പൊ നമ്മൾ പോകുമ്പോ ഇല്ലായിരുന്നല്ലോ. മറിഞ്ഞാണോ താഴെ പോയതിന്? നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കാണിച്ചായിരുന്നു കേട്ടോ, ഒരു കാറ് കത്തിയത്, ഇവിടെ കിടന്ന് കത്തിയതാ കേട്ടോ. അത് ഏതിൻ്റെ ആയിരുന്നു കേട്ടോ വണ്ടി? സ്കോഡയാ? ഫോർഡ്, ലാൻസർ. ഫ്രണ്ടിൽ ഒരു ഭാരത് ബെൻസ്, മുകളിൽ ചുരം, താഴേക്കും ചുരം. ഇത് ഹെയർ പിൻ നമ്പർ 2 കേട്ടോ, ഹെയർ പിൻ നമ്പർ 2. ഇത് ഹെയർ പിൻ നമ്പർ 1.